ഇക്കഴിഞ്ഞ ഇലക്ട്രോഡൈനാമിക്സ് 2ന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പം എക്സാമിൻ്റെ തിരക്കിലാണെന്നറിയാം. എന്നാലും പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഈ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് ടഫായിരുന്നു, കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാൻ ആ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ പോർഷൻസ് ഏകദേശം വന്നിട്ടുമുണ്ട്. തന്നെയല്ല, ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ അത്യാവശ്യം സിമ്പിളായിട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതാണ് ചോദിച്ചത് എന്ന് പലരും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ പല ആവർത്തി പറഞ്ഞതാണ്, ഒരു ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ മുമ്പേ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും വായിച്ച് നോക്കാം എന്നുള്ളത്. ഏതായിരുന്നാലും നമുക്ക് ജസ്റ്റ് അതൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? റൈറ്റ് ഡൗൺ ദ 3-dimensional വേവ് ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. ഓക്കെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും സെറ്റിൻ്റെയും ടേംസിലുള്ള 3-dimensional വേവ് ഇക്വേഷൻ എഴുതണം. ഓക്കെ, വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഡെൽ സ്ക്വയർ സൈ ഈക്വൽ ടു 1/v² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ ആണെന്നറിയാം. ഈ ഡെൽ സ്ക്വയറിനെ എന്താക്കിയാൽ മതി, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ സൈ ബൈ ഡി വൈ സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ സൈ ബൈ ഡി സെഡ് സ്ക്വയർ ഈക്വൽ ടു 1/v² ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ. ഇതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. എക്സും വൈയും സെറ്റും കാർട്ടീഷ്യൻ സിസ്റ്റമായി. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് the unit Henry can be expressed as omega raised to x s raised to y, then what are the values of x and y? ഇത് കണ്ട എന്തോ ഹലാക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുമെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇക്വേഷനാണിത്, ഒരു ക്വസ്റ്റ്യനാണിത്. ഓക്കെ, ഹെൻറി എന്ന് പറയുന്നത് ഒമേഗ റൈസ് ടു എക്സ് എസ് റൈസ് ടു വൈ എന്ന് എഴുതാമെങ്കിൽ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഹെൻറി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതെങ്ങനെ ഇതിനെ ഒമേഗ റൈസ് ടു എക്സ് എസ് റൈസ് ടു വൈ എന്നാണ്. ഹെൻറി എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ്, അല്ലേ? ഇൻഡക്റ്റൻസ് എൽ അല്ലേ, ഇതിൻ്റെ വാല്യൂ ആണ്. അപ്പം ജസ്റ്റ് ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഇൻഡക്റ്റീവ് റിയാക്ഷൻസ് എക്സ് എൽ ഈക്വൽ ടു എൽ ഒമേഗ എന്നല്ലേ, അല്ലേ? അപ്പോൾ ഇതിന്ന് എല്ലിൻ്റെ ഫോമിൽ ഉണ്ടാക്കുക, എൽ ഈക്വൽ ടു എക്സ് എൽ ബൈ ഒമേഗ. ഓക്കെ, അല്ലെങ്കിൽ എക്സ് എൽ ബൈ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf ആണ്, അല്ലേ? ഇതെന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും +2 ചെയ്ത ഡയമെൻഷണൽ അനാലിസിസ് ഉണ്ടല്ലോ, ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞ് പഠിച്ചത്, അതാണ് സംഭവം. അപ്പോൾ എക്സ് എൽ ബൈ 2π ഇൻറ്റു ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/, ടൈം പീരീഡ് അല്ലേ, അപ്പോൾ 1/, ഇത് ഫ്രീക്വൻസി ഇൻറ്റു 1/, ടൈം പീരീഡ്. ഓക്കെ, ഇപ്പം എക്സ് എൽ എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററാണ്, ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ആണ്, അല്ലെ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. അതുപോലെ ടി ടൈമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബേസിക് ഫോമിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, എൽ ഈക്വൽ ടു എന്ത് ചെയ്താം, ഇതിൻ്റെ യൂണിറ്റ് മാത്രം എഴുതാം, അല്ലേ? ഇതിനകത്ത് എക്സ് എൽ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് ആണ്, അതിൻ്റെ യൂണിറ്റ് ഒമേഗയാണ്, ഓം ആണ്, അല്ലേ? ടി എന്ന് പറയുന്നത് ടൈമാണ്, അല്ലേ? ഇപ്പോൾ സെക്കൻഡ്, അല്ലേ? ആ രീതിയിൽ എഴുതുക. ഇനി എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ യൂണിറ്റ് ഒമേഗ സെക്കൻഡ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 1. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ, കുറച്ചൊന്ന് ആലോചിക്കണമെന്നേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. An LR circuit has inductance L and resistance R. Its time constant T equal to, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ടൈം കോൺസ്റ്റന്റ്, പിന്നെ LR സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റന്റ് നമുക്കറിയാം എന്താണ്. അതിനകത്ത് കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈക്വൽ ടു I0 ഇൻറ്റു 1 - e RT/L ആണ്, അല്ലേ? അപ്പം ഇതിൻ്റെ ടൈം കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അറ്റ് ടി ഈക്വൽ ടു L/R. ടി ഈക്വൽ ടു L/R ആകുമ്പോൾ എന്താവും, ഇത് I0 ഇൻറ്റു 1 - e -1 എന്നാവും, അല്ലേ? അത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താണ് എന്ന് പറഞ്ഞാൽ ടൈം കോൺസ്റ്റന്റ് L/R ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതാണ് മൂന്നാമത്തെ. നാലാമത്തെ സ്റ്റേറ്റ് കിർച്ചോഫ് കറന്റ് ലോ, അല്ലേ? കിർച്ചോഫ് കറന്റ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾജിബ്രായിക് സം ഓഫ് കറന്റ് റീച്ചിങ് എ ജംഗ്ഷൻ ഈസ് 0. അതാണ് കിർച്ചോഫ് കറന്റ് ലോ. ഓക്കെ, ഇനി അഞ്ചാമത്തത്, ഇതും ഇതുപോലെ കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്താൽ ചോദിച്ചിട്ടുള്ളത്, അല്ലേ? എ സീരീസ് LCR സർക്യൂട്ട് ഗിവൺ ബൈ d² q/dt² പ്ലസ് 2b dq/dt പ്ലസ് k² q ഈക്വൽ ടു 0. അത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആവുന്നത് എപ്പോഴാണെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ തന്ന ക്വസ്റ്റ്യൻ ഞാൻ അതുപോലെ ഒന്ന് എഴുതുന്നുണ്ട് ആദ്യം. നാലാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ KCL ആണ്. ഇനി അഞ്ചാമത്തെ, അല്ലേ? എന്താണ് ഇക്വേഷൻ, d² q/dt² പ്ലസ് 2b dq/dt പ്ലസ് k² q ഈക്വൽ ടു 0 എന്നാണ്, അല്ലേ?
ഇനി നമ്മൾ LCR സീരീസ് സർക്യൂട്ട് സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എക്സിന്റെ ടേംസിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇത് കുറച്ചൊരു വളഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. d²x/dt² പ്ലസ് 2k(dx/dt) പ്ലസ് ω02x = 0. ഇതായിരുന്നു ഇക്വേഷന്റെ ഫോം. ഈ ഇക്വേഷൻ പ്രകാരം നമ്മളോട് ചോദിച്ചത് ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷനാണ്. ഈ ഇക്വേഷൻ ക്രിട്ടിക്കലി ഡാംപ്ഡ് ആവുന്ന എപ്പോഴാണ്? k² = ω02 ആകുമ്പോൾ. ഓക്കെ, k² = ω02 ആകുമ്പോഴാണ് ഇത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആവുന്നത് അല്ലേ? അപ്പോൾ ഇത് ക്രിട്ടിക്കലി ഡാംപ്ഡ് ആവുമ്പോൾ എപ്പോഴാണ്? ഇതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഇതാവുമ്പം എന്ന് പറഞ്ഞാൽ b² = k² ആവുമ്പം അല്ലേ? അത്ര സിമ്പിളായിട്ട് കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയണം. അതാണ് എന്ത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ട്രൂ ഓർ ഫാൾസ് ക്വസ്റ്റ്യൻ ആണ്. വെൻ എ കറന്റ് ഈസ് പാസ്ഡ് ത്രൂ എ കോയിൽ സസ്പെൻഡഡ് ഫ്രീലി ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് ഇൻ എ ഡയറക്ഷൻ ഗിവൺ ബൈ FLR. അത് കറക്റ്റ് തന്നെയാണ്. കാരണം ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. നമ്മൾ പിന്നെ മാഗ്നറ്റിക് ഫീൽഡും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് കാണാൻ ഉപയോഗിക്കുന്ന റൂള് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. അപ്പോൾ അത് ട്രൂ ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ടു ഡിറ്റർമൈൻ ദ പൊളാരിറ്റി ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ റെസിസ്റ്റർ ഇറ്റ് ഈസ് നെസസറി ടു നോ ദ ഡയറക്ഷൻ ഓഫ് കറന്റ് ത്രൂ ദ റെസിസ്റ്റർ. ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പിന്റെ പൊളാരിറ്റി കാണണമെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ അറിയണോ വേണ്ടേ എന്നാണ് ക്വസ്റ്റ്യൻ. അറിയണം, നിർബന്ധമല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ മാക്സ്വെൽസ് ലൂപ്പ് കറന്റ് മെത്തേഡൊക്കെ സോൾവ് ചെയ്യുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ എടുത്തിരുന്നത് എന്തായിരുന്നു? ഇത് വെച്ചിട്ടായിരുന്നു അല്ലേ? അപ്പോൾ കറണ്ടിന്റെ എലോങ് കാണിച്ചാൽ അത് പോസിറ്റീവ് മറ്റേ നെഗറ്റീവ് അല്ലേ? നമ്മളെടുത്താണ് ഒരു ബാറ്ററി കണക്ട് ചെയ്യേണ്ടെന്നിരുക. അപ്പോൾ അതിനനുസരിച്ചല്ലേ അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ആ കേസിൽ എന്താണ് പിന്നെ കറണ്ടിന്റെ ഡയറക്ഷൻ അറിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പൊളാരിറ്റി ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ, in an electromagnetic wave the phase difference between electric field and magnetic field vectors E and B is pi. ഓക്കെ, ഇത് ട്രൂ ആണോ ഫാൾസ് ആണെന്നാണ്. ഇതും കുറച്ചൊരു വളഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ഇയും ബിയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് പൈ ആണ് ഇവർ പറയുന്നത്. ട്രൂ ആണോ ഫാൾസ് ആണോ? അപ്പം നമുക്ക് വേണ്ട ശരിക്കും എന്താണ്? ഇയും ബിയും തമ്മിലുള്ള റിലേഷൻ മതി അല്ലേ? നമുക്കറിയാം നമ്മുടെ പിന്നെ മൂന്നാമത്തെ ഇക്വേഷൻ E = മാക്സ്വെൽസ് ഇക്വേഷൻ അല്ലേ? ഡെൽ ക്രോസ് E = -ρB/∂t എന്നാണ് അല്ലേ? ഇയും ബിയും തമ്മിലുള്ള റിലേഷനാണിത്. അപ്പം E = E0 sin ωt ആണ്. അതിലെ നല്ല ബി എടുക്കുകയാണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു ടൈം ഇതല്ലേ. അപ്പോൾ B = B0 sin ωt എന്ന് എഴുതുക. അപ്പം ∂B/∂t എന്ന് പറഞ്ഞാൽ എന്താവും? ∂B/∂t എന്ന് പറഞ്ഞാൽ എന്താവും? ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ B0 ω cos ωt അല്ലേ? മൈനസ് അല്ലേ? അപ്പം മൈനസ് ഇട്ട് കൊടുക്കുക. അപ്പം B0 ω മൈനസ് cos ωt എന്നാണ് അല്ലേ? അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്താം? B0 ω sin ωt പ്ലസ് പൈ എന്ന് എഴുതാം. ഇത് നമ്മൾ കാർട്ടീഷ്യൻ കൺവെൻഷനിൽ അല്ലേ നമ്മൾ ആ ക്വാഡ്രൻസ് ഒക്കെ വരച്ചിട്ട് ചെയ്തിരുന്നു അല്ലേ? ആൾ സ്റ്റുഡൻസ് ടേക്ക് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഡയറക്ഷൻ അറിയാൻ നമ്മൾ പിന്നെ ഒന്നുമല്ല, നമ്മൾ പിന്നെ ലീഡിങ് ആണോ ലാഗിങ് ആണോ എന്നിട്ട് ഫേസ് ഡിഫറൻസ് കാണാൻ പഠിച്ച മെത്തേഡിനകത്ത് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. B = B0 sin ωt ആണ് അല്ലേ? ∂B/∂t എന്ന് പറഞ്ഞാൽ ഇൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ E = എന്ന് പറഞ്ഞാൽ ഇൻ്റെ ഡയമെൻഷൻ എന്ത് വരും? B0 ω sin ωt പ്ലസ് പൈ എന്ന് വരും. എന്ന് പറഞ്ഞാൽ ആ പിന്നെ ബിയും ഇയും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ആണ് അല്ലേ? അപ്പോൾ അത് ട്രൂ ആണ്. ഓക്കെ, അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി ഒമ്പതാമത്തത്, ആംബിയർ ടേൺസ് ഈസ് ആൾസോ എ യൂണിറ്റ് ഓഫ് ഇൻഡക്റ്റൻസ്. അങ്ങനെ ഒരു യൂണിറ്റ് ഞാൻ കണ്ടതായിട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് ഇത് ഫാൾസ് ആണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതൊന്ന് ചെക്ക് ചെയ്യണം. ഇനി പത്താമത്തത്, ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഈസ് ദി ആവറേജ് പവർ പെർ യൂണിറ്റ് ഏരിയ ട്രാൻസ്പോർട്ടഡ് ബൈ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. കറക്റ്റാണ്, കാരണം നമ്മൾ പോയിന്റിങ് വെക്ടറിൽ പഠിച്ചതാണ് എന്താണ് ഇൻറ്റൻസിറ്റി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ 10 ക്വസ്റ്റ്യൻസ് അങ്ങനെയായിരുന്നു. എന്തായാലും ഇതിലൊരു 7 എണ്ണമെങ്കിലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാവുന്നതായിരുന്നു. ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓവറോൾ സീലിംഗ് 12 ആണ്.
11ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0? ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിന്റെ ഫിസിക്കൽ കോണ്ടെക്സ്റ്റ് എന്താന്നുള്ളതാണ് അല്ലെ. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 നമുക്കറിയാം. ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഡൈവേർജൻസ് 0 എന്നാണ്. അതിനെ നമ്മൾ എന്ത് പറയും? ഡൈവേർജൻസ് ലെസ് അല്ലെ, അല്ലെങ്കിൽ സോളിനോയിഡൽ വെക്ടർ എന്ന് പറയും. സോളിനോയിഡൽ വെക്ടർ എന്ന് പറയും. ഇതിന് മറ്റൊരർത്ഥം കൂടി ഉണ്ട്. ഇതിന്റെ ഇന്റഗ്രൽ ഫോം എന്താണ്? ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എസ് ഈക്വൽ ടു 0 എന്നാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ ദ ഫ്ലക്സ് എന്താണ്, ഇത് ശരിക്കും മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്, അത് 0 ആണ്. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ് ലൂപ്പ് ഫോം ചെയ്യുന്നു അല്ലേ. ഇത് നമ്മൾ ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു ബാർ മാഗ്നറ്റിനകത്താണ്. ഇത് നോർത്തും ഇത് സൗത്താന്ന് എഴുതുക അല്ലേ. ഇവിടുന്ന് എന്ത് ചെയ്യും? എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ വരും അല്ലേ. അത് ഇങ്ങനെ കേൾ ചെയ്തു അല്ലേ. അതിങ്ങനെ എപ്പോഴും ക്ലോസ്ഡ് ലൂപ്പായിട്ടേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് അല്ലേ. ഇതാണ് ഡെൽ ഡോട്ട് ബി ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അല്ലേ. അതിൻ്റെ ഫ്ലക്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ ഒരു സർഫസ് കൺസിഡർ ചെയ്തെന്ന് കരുതുക. ഇതിലെ ഫ്ലക്സ് എൻ്റർ ചെയ്യുന്നു അല്ലേ. ഈ ഡയറക്ഷനിലൂടെ ഫ്ലക്സ് എൻ്റർ ചെയ്യുന്നു, ഇതിലെന്ത് ചെയ്യുന്നു? ഫ്ലക്സ് ലീവ് ചെയ്യുന്നു. അപ്പം നെറ്റ് ഫ്ലക്സ് എന്താണ്? 0 ആണ് അല്ലേ. അതാണ് അതിൻ്റെ ഫിസിക്കൽ സെൻസ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടെന്ത്? മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യൂല എന്നും ഇത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയാണ് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ വേവ് ഇക്വേഷൻസ് ഗവേണിംഗ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് വെക്ടേഴ്സ് ഇ ആൻഡ് ബി ഇൻ ഫ്രീ സ്പേസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത് അല്ലേ. വേവ് ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞത് അല്ലേ. എന്തായിരുന്നു? ഡെൽ സ്ക്വയർ ഈക്വൽ ടു 1/v² ഇൻറ്റു അങ്ങനെയല്ല, ഡെൽ സ്ക്വയർ ഇ ഈക്വൽ ടു 1/μ0ε0 ഇൻറ്റു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അതുപോലെ ഡെൽ സ്ക്വയർ ബി ഈക്വൽ ടു 1/μ0ε0 ഇൻറ്റു ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ അല്ലേ. ഇവിടെ 1/μ0ε0 എന്ന് പറയുന്നത് എന്താണ്? സി ആണ്, വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് അല്ലേ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് 13ാമത്തെ, ഡിഫൈൻ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. അത് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്താണ്, അതുപോലെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞതല്ലേ. അത് നമ്മൾ പിന്നെ 2 ലൂപ്പ് കൺസിഡർ ചെയ്തിട്ട് അതിനകത്ത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആൻഡ് ന്യൂമാൻസ് ഫോർമുല എന്ന് പറഞ്ഞിട്ട് അല്ലേ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കി. ഇവിടെ M2 എന്ന് പറയുന്നതാണ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് അല്ലേ, അതിവിടെ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് L1 ഇത് വെച്ചിട്ട് നമ്മൾ ഈ കെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അല്ലേ, ഈ കെ എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കാണിച്ചിരുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ടാണ് കേട്ടോ. ഇത് ടെക്സ്റ്റിൽ നിങ്ങൾക്ക് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ഞാൻ കാണിച്ചു തന്നത്. ക്ലിയർ ആണല്ലോ. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ ഇൻസ്റ്റന്റേനിയസ് ചാർജ് ഡ്യൂറിങ് ദി ഗ്രോത്ത് ഓഫ് ചാർജ് ഇൻ RC സർക്യൂട്ട്. ഇത് ഒക്കെ 2 മാർക്കിന് ചോദിക്കുന്നത് ശരിക്കും ക്രൂരതയാണ്. കുറച്ച് ലെങ്തി ആണല്ലോ അത് അല്ലേ. നമുക്ക് എന്തായാലും പെട്ടെന്ന് റീകോൾ ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. അപ്പം എന്തായാലും ഒന്ന് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ടി വരും. 2 മാർക്കിനെ ചോദിച്ചിട്ടുള്ളത് RC സർക്യൂട്ടിലെ ചാർജിൻ്റെ ഗ്രോത്ത് അല്ലേ. ഒരു ആറും ഒരു സിയും ഉള്ള സർക്യൂട്ട് വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് R, ഇത് C, ഇത് EMF അല്ലേ. അപ്പം പിന്നെ EMF ഈക്വൽ ടു EMF ഇക്വേഷൻ എന്താവും? VR + VC എന്നാവും. എന്നിട്ട് ഇതിന് പിന്നെ IR അതുപോലെ ഇതിന് പിന്നെ R × XC എന്നൊക്കെ ഫോർമുലയൊക്കെ വെച്ചിട്ട് നമ്മൾ EMF ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ ചാർജിങ്ങിൻ്റെ എക്സ്പ്രഷൻ ഉണ്ടാക്കിയിരുന്നു അല്ലേ. എന്തായിരുന്നു അത്? Q ഈക്വൽ ടു ഗ്രോത്ത് ഓഫ് ചാർജ് ഉള്ളത് Q0 × 1 - e⁻t / RC അല്ലേ. ഇതായിരുന്നു ചാർജിനുള്ള ഇക്വേഷൻ അല്ലേ. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഡെറിവേഷനാണ് അല്ലേ. ഇതിങ്ങനെ കൊണ്ടുപോയി ചെയ്യാന്നുള്ള കുറച്ച് 2 മാർക്കിനല്ല, ശരിക്കും 4 മാർക്കിന് ചോദിക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ പഠിച്ചതാണ്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ആൻഡ് കറണ്ട് സോഴ്സ് അല്ലേ. അത് നമ്മൾ പിന്നെ പറഞ്ഞതാണ്. എന്താണ് ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ആൻ ഇലക്ട്രിക് ജനറേറ്റർ ദാറ്റ് മെയിൻറ്റെയിൻസ് ഇറ്റ്സ് വോൾട്ടേജ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി ഔട്ട്പുട്ട് കറണ്ട്. ഇലക്ട്രോ കെമിക്കൽ സെൽസ് ആണ് എക്സാമ്പിൾസ്. ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് സോഴ്സ് ദാറ്റ് മെയിൻറ്റെയിൻസ് ഔട്ട്പുട്ട് കറണ്ട് ഇൻഡിപെൻഡന്റ് ഓഫ് ദി വോൾട്ടേജ് അക്രോസ് ദ ടെർമിനൽസ്. ഫോട്ടോ ഇലക്ട്രിക് സെൽസ് ആണ് എക്സാമ്പിൾസ് അല്ലേ. അടുത്തത്, വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ എ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ടു ബി ഡെഡ് ബീറ്റ് അല്ലേ. അത് നമ്മൾ BG എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞിരുന്നു. ഡെഡ് ബീറ്റിൻ്റെ കേസാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ ഷുഡ് ബി സ്മോൾ,
Coil should be wound on a conducting frame so as to have large damping. Suspension fiber should be comparatively thicker. അല്ലേ, അതാണത് ക്വസ്റ്റ്യൻ. ഓക്കെ, ഹൗ ക്യാൻ ഇറ്റ് ബി കൺസ്ട്രക്റ്റഡ്? അതതിലുണ്ടല്ലോ. അങ്ങനെ തിക്കായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്, അതുപോലെ കണ്ടക്ടിങ് ഫ്രെയിമിൽ ചുറ്റുക, അങ്ങനെ ചെയ്താൽ ഇത് ഉണ്ടാവും. ഓക്കെ. In next question, a series resonance circuit is referred to as acceptor circuit, while a parallel resonance circuit is referred to as rejector circuit. Explain. അതെന്താന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സീരീസിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുള്ളൂ ശരിക്കും. അതിന് ആക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയും. പിന്നെ റിജക്ടർ സർക്യൂട്ടിൻ്റെ കാര്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു. ഇതിന് മുമ്പ് ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് പാരലൽ നമുക്ക് ഇല്ലെങ്കിലും ആക്സെപ്റ്റർ സർക്യൂട്ട്സ് നമ്മൾ പഠിച്ചതാണ് അല്ലേ. നമ്മൾ LCR സർക്യൂട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ റെസനൻസിന്റെ കണ്ടീഷൻ എന്തായിരുന്നു? XL = XC. അത് നമുക്ക് F = 1/2 എന്ന് വരും അല്ലേ. ഇനി റെസനൻസ് ഒക്കെ ആണെങ്കിൽ എന്താണ്? ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ സർക്യൂട്ട് ഷുഡ് ഹാവ് ദ ഫ്രീക്വൻസി ഈക്വൽ ടു ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് LCR സർക്യൂട്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് കറണ്ടിന് ഫുൾ സ്ട്രെങ്ത്തിൽ പാസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പം LCR സർക്യൂട്ട് ആക്സെപ്റ്റ്സ് ആൻ ആൾട്ടർനേറ്റിംഗ് കറന്റ് at its full strength only if its frequency is 1/2 LC. അതുകൊണ്ടാണ് അതിന് ആക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത ഭാഗം വരുന്നത് സെക്ഷൻ സിയിൽ വരുന്നത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, എക്സ്പ്ലെയിൻ ഹൗ മാക്സ്വെൽ മോഡിഫൈഡ് ആംബിയസ് ലോ കമന്റ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണിത്. ഓക്കെ, ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ വർക്കിംഗ് ഓഫ് എ മൂവിംഗ് കോയിൽ ഗാലവനോമീറ്റർ? എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പക്ഷെ 4 മാർക്കിന് ചോദിച്ചു എന്നുള്ളതാണ്. എന്നാലും അതിൻ്റെ ഡയഗ്രാം വരച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ കൊടുത്താൽ 4 മാർക്ക് കിട്ടാവുന്നതാണ്. ഡിറൈവ് ദി ബൗണ്ടറി കണ്ടീഷൻസ് ഫോർ E, B, D ആൻഡ് H അറ്റ് ബൗണ്ടറി ബിറ്റ്വീൻ 2 ഡിഫറെൻറ്റ് മീഡിയ. പഠിച്ചതാണ് ബൗണ്ടറി കണ്ടീഷൻസ് അല്ലേ. ഈ പറഞ്ഞ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. അതുപോലെ ഇലക്ട്രിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ കമ്പോണൻസ് ഡിസ്കണ്ടിന്യൂസ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ കമ്പോണൻസ് കണ്ടിന്യൂസ് ആണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ പാരലൽ കമ്പോണൻസ് കണ്ടിന്യൂസ് ആണ്. അതുപോലെ Hന്റെയും Bന്റെയും കമ്പോണൻസ് ഡിസ്കണ്ടിന്യൂസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് സമ്മറി അല്ലേ. അതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അവിടെ ചോദിച്ചത് ഡിറൈവ് ദ ബൗണ്ടറി കണ്ടീഷൻസ് ആണ്. അതും ഈ പറഞ്ഞ പോലെ 5 മാർക്കിനാണ് അല്ലേ. 5 മാർക്കിന് അതും കുറച്ച് ലെങ്തി തന്നെയാണ്. എന്തായാലും അത് നമ്മൾ പഠിച്ചതാണല്ലോ അല്ലേ. മാക്സ്വെൽസ് ഇക്വേഷൻ്റെ ഇൻ്റഗ്രൽ ഫോമൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പർട്ടിക്കുലർ കേസ് സോൾവ് ചെയ്തതാണ്. നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിൽ പറഞ്ഞതുമാണ്. ഈ 3 ക്വസ്റ്റ്യനും അതിൽ പറഞ്ഞാണ്. ഇനി എക്സ്പ്ലെയിൻ ഹൗ ഹൈ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് ബൈ ലീക്കേജ് മെത്തേഡ്. നമ്മൾ RC സർക്യൂട്ടിൽ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാണ് ഹൈ റെസിസ്റ്റൻസ് ബൈ ലീക്കേജ് എന്നുള്ളത് അല്ലേ. പിന്നെ നമ്മളിവിടെ ഒരു പർട്ടിക്കുലർ കപ്പാസിറ്റർ കൊടുത്തിട്ട് ഈ ഒരു ഡയഗ്രം ഉണ്ടായിരുന്നു. ഒരു R-ഉം ഒരു C-യും അല്ലെ. ഇവിടെ 2 കീയും ഒരു BG-യും പിന്നെ ഒരു EMF സോഴ്സ്. എന്നിട്ട് K1 ഓപ്പൺ ചെയ്ത് ചാർജ് ചെയ്ത് അല്ലെ. K2 K3 ഓപ്പൺ ചെയ്യുക, K1 ക്ലോസ് ചെയ്യുക, എന്നിട്ട് ചാർജ് ചെയ്യുക, എന്നിട്ട് ഇതിലൂടെ ഡിസ്ചാർജ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒരു തിയറി നമ്മൾ പഠിച്ചാണ്. ഫൈനൽ ഫോമുല R = 1/2.303 C log θ0/θ എന്ന് കിട്ടും. θ0 എന്ന് പറയുന്നത് ഡിഫ്ലക്ഷനാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ഹൈ റെസിസ്റ്റൻസ് ബൈ ലീക്കേജ് പഠിച്ചതാണ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു, സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ സൂപ്പർപോസിഷൻ തിയറം. ഓക്കെ, സൂപ്പർപോസിഷൻ തിയറം നമ്മൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് അതിലുള്ള ഓരോ വോൾട്ടേജ് സോഴ്സിനെയും മറ്റേ ടൈം കണ്ടാൽ അതിലുള്ള കറണ്ടിൻ്റെ ആൾജിബ്രായിക് സം ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറം നമ്മൾ പഠിച്ചാണ്. J ഓപ്പറേറ്റേഴ്സ് ഞാൻ പറഞ്ഞതാണ്. എന്താണ് J ഓപ്പറേറ്റേഴ്സിൻ്റെ AC സർക്യൂട്ടിലുള്ള ഉപയോഗം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പഠിക്കാൻ പറഞ്ഞൊരു പോർഷനാണ് അല്ലേ. J ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചാണല്ലോ. ഇനി obtain the expression for resistance of a capacitor and resistance of an inductor using the analysis of an AC circuit containing pure capacitance and pure inductance separately. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാണുമ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്തോ ഒരു കോംപ്ലിക്കേഷൻ തോന്നും. കാണാനുള്ളതാണ് obtain the expression for resistance of a capacitor. കപ്പാസിറ്ററിന്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി റിയാക്ടൻസ് XC ആൻഡ് ദി റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇൻഡക്ടർ. ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസ് XL അല്ലെ. XC = എന്തായിരുന്നു? 1/C⍵ ആയിരുന്നു. ഇതെന്തായിരുന്നു? L⍵ ആയിരുന്നു. യൂസിങ് ദ അനാലിസിസ് ഓഫ് ആൻ AC സർക്യൂട്ട് കണ്ടെയ്നിങ് പ്യൂർ കപ്പാസിറ്റൻസ് ആൻഡ് പ്യൂർ ഇൻഡക്ടൻസ് സെപ്പറേറ്റ്ലി.
എന്ന് പറഞ്ഞാൽ പ്യുവർ കപ്പാസിറ്റി സർക്യൂട്ടും പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടും സെപ്പറേറ്റ് സോൾവ് ചെയ്ത് എക്സ് ഈക്വൽ ടു 1/c ഒമേഗയും അതുപോലെ എക്സ് എൽ ഈക്വൽ ടു എൽ ഒമേഗയും ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ചൊന്ന് വളഞ്ഞ് ചോദിച്ചു എന്നുള്ളൊരു ഒറ്റ മാറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നമുക്ക് കാണുള്ളത് എന്താണ്? പ്യുവർ കപ്പാസിറ്റിയോ പ്യുവർ ഇൻഡക്റ്റീവോ എന്താണെന്ന് വെച്ചാൽ കാണാം അല്ലേ. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ഇങ്ങനെയായിരുന്നു, ഒരു ഇൻഡക്ടർ മാത്രം അല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാനിത് ഓടിച്ച് പോവാണ്, നമ്മളിങ്ങനെ കൊണ്ടുവന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. എന്നിട്ട് അതിന് നമ്മൾ അതിൻ്റെ പിന്നെ EMF വോൾട്ടേജ് നമ്മൾ റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്തു അല്ലേ. അവിടെ നമുക്ക് കിട്ടിയത് ഇതാണ്, I0 = E0/R, E0/L ഒമേഗ എന്ന് വരും. ഇത് ഓംസിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ സ്ഥാനത്ത് നിന്ന് L ഒമേഗയാണ്. അതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുക. XL = L ഒമേഗ, അല്ലെങ്കിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 2πf. അപ്പോൾ XL പ്രൊപ്പോർഷണൽ ടു F എന്ന് പറഞ്ഞു അല്ലേ. മറ്റൊന്ന് പറഞ്ഞ് നമ്മൾ എന്തായിരുന്നു ഇനി വേണ്ടത് എന്താണ്? പ്യുവർ കപ്പാസിറ്റീവ് അല്ലേ. പ്യുവർ കപ്പാസിറ്റീവ് സർക്യൂട്ടും ഇതുപോലെ നമ്മൾ പഠിച്ചാണ്, ഒരു കപ്പാസിറ്റർ മാത്രം, അതിലേക്ക് AC കൊടുത്തു, അതിൻ്റെ EMF റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്തു അല്ലേ. ഈ രീതിയിൽ ഇങ്ങനെ ഒബ്റ്റെയിൻ ചെയ്ത് നമ്മൾ E0/I0 = XC എന്ന് പറഞ്ഞാൽ 1/c ഒമേഗ, ഈ പറഞ്ഞ രണ്ട് എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ ആണല്ലോ. അതാണ് 24ാമത്തെ ക്വസ്റ്റ്യൻ, 5 മാർക്കിന്. ഇനി നോക്കൂ, പ്രോബ്ലം സെക്ഷനിലേക്ക് പോവാം. ഇതിൽ കോവിഡ് പ്രമാണിച്ച് 7 ക്വസ്റ്റ്യന് 3 എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് 25ാമത്തെ. നമ്മൾ ഒരു പക്ഷേ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവാം. എ 500 ടേൺ കോയിൽ എന്ന് പറഞ്ഞാൽ 500 ടേൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് N = 500 എന്ന് അവിടെ എഴുതി വെക്കാം. വിത്ത് എ ക്രോസ് സെക്ഷണൽ ഏരിയ 9 cm². എന്ന് പറഞ്ഞാൽ ഏരിയ എത്രയാണ്? 9 cm² ആണ്. 10⁻². ഓക്കെ, പിന്നെ മീറ്ററിന് ഞാൻ 10⁻² സെൻറ്റിമീറ്ററിന്. ആൻഡ് ഈസ് റിമൂവ്ഡ് ഇൻ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഫ്രം എ ഫീൽഡ് ഓഫ് 4 ടെസ്ല. എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 4 ടെസ്ലയാണ്. ഓക്കെ, പെർപെൻഡിക്കുലർ എന്നുള്ള അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആ ഏരിയക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ്. എന്ന് പറഞ്ഞാൽ ബിയും ഏരിയയും തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആണെന്നർത്ഥം. ഓക്കെ, ഇൻ ടൈം 0.125 സെക്കൻഡ്. ഇൻ 0.125 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ടൈം അല്ലേ എന്നിട്ടല്ലേ, 0.125 അല്ലേ. വാട്ട് ഈസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ? ഓക്കെ, തന്ന കാര്യങ്ങൾ മാത്രം ഒന്നുകൂടി എഴുതാണ്. നമ്പർ ഓഫ് ടേൺസ് 500 എന്നു. ഓക്കെ, ഏരിയ 9 cm² × 10⁻² അല്ലേ, ഇത് കൊടുത്തു. പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് 4 ടെസ്ല കൊടുത്തു. ടൈം 0.125 സെക്കൻഡ്സ് കൊടുത്തു. ഫൈൻഡ് ദ EMF ഇൻഡ്യൂസ് എന്നാണ്. EMF എന്ന് പറഞ്ഞാൽ -dϕ/dt അല്ലേ ആണ് അല്ലേ. ഇനി ഫൈ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ B.ds അല്ലേ. ഇത് മാഗ്നറ്റിക് ഫ്ലക്സ്, ഫാരഡേസ് ലോ ആണിത് അല്ലേ. B.ds ആണിത് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അല്ലേ. ബി തന്നിട്ടുണ്ട്, ബിയും ഡിഎസും ഏരിയയും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി. അപ്പോൾ എന്താവും? ഇൻ്റഗ്രൽ BDS എന്നാവും, അല്ലെങ്കിൽ B × ഇൻ്റഗ്രൽ DS എന്നാവും, അല്ലെങ്കിൽ BA എന്നാവും അല്ലേ. അപ്പോൾ φ = BA അല്ലേ. ബി എത്ര? 4 ടെസ്ല അല്ലേ. ഏരിയ എത്ര? 9 cm² അല്ലേ, ഇൻറ്റു 10⁻². അപ്പോൾ അതിന് ഫ്ലക്സ് കിട്ടി. ഇനി എന്താ കാണാൻ പറഞ്ഞേ? വാട്ട് ഈസ് ദി ഇനി φ = NBA. 500 ടേൺസ് ഉണ്ട്, അപ്പം φ = NBA എന്ന് കൊടുക്കണം അല്ലേ. അപ്പോൾ ഒരു N ടേൺസ് അല്ലേ, അപ്പോൾ ഒരു 500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫ്ലക്സ് കിട്ടി. ഇനി എന്താ കാണാൻ പറഞ്ഞാൽ? EMF dϕ/dt അല്ലേ. നമ്മൾ EMF ഇവിടെ ഫൈയും ടിയും ഫൈനൈറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്, അപ്പോൾ -5/t അല്ലേ. ഫൈവ് ഇവിടെ കിട്ടിയില്ലേ അല്ലേ. 4 × 9 × 10⁻⁻4 × 500 അല്ലേ, ബൈ ടൈം എത്ര? 0.125 സെക്കൻഡ്. ഇതാണത്. എത്ര മാർക്ക് കിട്ടി? 6 മാർക്ക് അല്ലേ. കോവിഡ് പ്രമാണിച്ച് പ്രോബ്ലം സെക്ഷന് 6 മാർക്കാണ് തന്നിട്ടുള്ളത്. ഇനി അതിലേറെ സിമ്പിളായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ അല്ലേ. 26ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രൂവ് ദാറ്റ് ഫോർ ω = kc. ω = kc ആണെങ്കിൽ ഇവിടെ EY = E0 cos kx - ωt സാറ്റിസ്ഫൈ ദ 1-dimensional വേവ് ഇക്വേഷൻ അല്ലേ. എന്താ വേവ് ഇക്വേഷൻ? ∇2 ψ = 1/v² ∂2 ψ/∂t². 1-dimensional ചോദിച്ചത്. അപ്പോൾ d² ψ/dx² + 1/v²
ഇൻറ്റു ഡോ സ്ക്വയർ സൈ ബൈ ഡോ ടി സ്ക്വയർ എന്നുള്ളതാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ അല്ലേ, ഈക്വൽ ടു അല്ലേ. ഇതാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഇ വൈ ഈക്വൽ ടു E0 കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറഞ്ഞ ഇക്വേഷൻ വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്യുക. എത്ര സിമ്പിളാണ് ആ ക്വസ്റ്റ്യൻ നോക്കി നിങ്ങൾ അല്ലേ. ഇവിടെ ഇ വൈ ആണ്, ഇ വൈ ഇത് സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താവും, ഇക്വേഷൻ എന്താവും, ഡി സ്ക്വയർ ഇ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു 1/v സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ ഇ വൈ ബൈ ഡോ ടി സ്ക്വയർ. ആദ്യം ഇ വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, സെക്കൻഡ് ഡിഫറൻസിയേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ ഇ വൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടും. പിന്നെ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എൽ എച്ച് എസും ആർ എച്ച് എസും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒമേഗ എൽ ടു കെ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരുമായിരിക്കും. ഇതാണ് ആ ക്വസ്റ്റ്യൻ. എത്ര സിമ്പിളാന്ന് നോക്കി. അപ്പം വി ഗോട്ട് അനദർ 6 marks. ഓക്കെ, ഇത് ഇനി അടുത്ത 27. എ ഫുള്ളി ചാർജ്ഡ് കണ്ടൻസർ ഓഫ് കപ്പാസിറ്റൻസ് 1 μF ഈസ് ഡിസ്ചാർജ് ത്രൂ, അപ്പോൾ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട് അല്ലേ, ഈസ് ഡിസ്ചാർജ് ത്രൂ എ റെസിസ്റ്റൻസ് ഓഫ് 2 ohm. അപ്പം റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ചാർജ് ടു ഫാൾ 36.8% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ചാർജ് ഫാൾ എന്ന് പറഞ്ഞിട്ടില്ലേ, അപ്പോൾ ഡിസ്ചാർജിൻ്റെ ഇക്വേഷൻ വേണ്ടേ അല്ലേ, 36.8% അതിൻ്റെ ഡിസ്ചാർജിലേക്ക് എത്തണം. ആൻഡ് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഫോർ ദ ചാർജ് ടു ഫാൾ ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണ്, ഇതിൻ്റെ പിന്നെ നമ്മുടെ സർക്യൂട്ടിൻ്റെ ഇത് നോക്കണം, ഏതാണ് സർക്യൂട്ട് നോക്കണം. കപ്പാസിറ്റർ ഉണ്ട്, റെസിസ്റ്ററും ഉണ്ട് എന്ന് പറഞ്ഞാൽ ആർ സി സർക്യൂട്ടാണ് അല്ലേ. ആർ സി സർക്യൂട്ട് എന്ന് പറയുമ്പം അതിൻ്റെ ഡിസ്ചാർജ് ഇക്വേഷൻ Q ഈക്വൽ ടു Q0 e raised to minus t by RC ആണ് അല്ലേ. ആദ്യം ചോദിച്ചിട്ടുള്ളത് ടൈം ടേക്കൺ ബൈ ദ ചാർജ് ടു ഫാൾ ടു 36.8% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. ഇത് ശരിക്കും നിങ്ങൾ പഠിച്ചത് ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് ടൈം കോൺസ്റ്റന്റിന്റെ കേസാണ് ചോദിച്ചിട്ടുള്ളത്. ടി ഈക്വൽ ടു ആർ സി ആകുമ്പോൾ നമുക്ക് Q ഈക്വൽ ടു Q0 ബൈ ഇ എന്ന് കിട്ടും അല്ലേ. ടി ഈക്വൽ ടു ആർ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q ഈക്വൽ ടു Q0 e raised to minus RC by RC 1 ആവും, Q ബൈ ഇ എന്ന് കിട്ടും. ഇത് പറഞ്ഞാൽ എത്രയാണ്, 0.368 ഇ ആണ്, Q0 ആണ് അല്ലേ അല്ലേ, ഇതാണ് ആണല്ലോ. അപ്പം അതിൻ്റെ ടൈം കോൺസ്റ്റന്റിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് കൂടി ചോദിച്ചിട്ടുള്ളത്. ഇത് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 36.8% ആണ് അല്ലേ. ഇവിടെ Q ബൈ Q0 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുക, 36.8 അല്ലേ, ഇതായിട്ട് പെർസെൻറ്റേജിലാകുമ്പോൾ അല്ലേ. അപ്പം ടൈം എത്രയാണ് അല്ലേ, കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ബൈ ദ ചാർജ് ടു ഫാൾ 36.8 എന്ന് പറഞ്ഞാൽ ടൈം എത്രയാണ്, ആർ സി അല്ലേ. ആർ എത്ര തന്നിട്ടില്ലേ, 2 മെഗാവും അല്ലേ, 2 മെഗാവും അല്ലേ. ആൻഡ് എം ക്യാപിറ്റൽ ചെയ്ത ആൻഡ് കപ്പാസിറ്റർ എത്ര തന്നിട്ടില്ലേ, 1 μF അല്ലേ. അപ്പം ഈക്വൽ ടു 2 ഇൻറ്റു മെഗാ എന്ന് പറഞ്ഞാൽ 10⁻⁶ ഇൻറ്റു 10⁻⁻⁶ ആണ് മൈക്രോ. അപ്പം എന്ത് വരും, 2 അല്ലേ, 2 seconds. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ ദ ചാർജ് ടു ഫാൾ ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. എത്ര സിമ്പിളാണ് നോക്കണ്ട നിങ്ങൾ, ഇതൊന്നും ഒരിക്കലും വിട്ടുകൊടുക്കാൻ പറ്റില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് നമുക്ക് ഇതാം Q ഈക്വൽ ടു Q0 e raised to minus t by RC അല്ലേ. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ഫോർ ദ ചാർജ് ടു ഫാൾ ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ എന്ന് ചോദിച്ചത് അല്ലേ. എന്ന് പറഞ്ഞാൽ ചാർജ് എന്ത് ചെയ്യണം, ഇനീഷ്യൽ വാല്യൂവിൻ്റെ പകുതിയിലേക്ക് എത്തണം എന്ന് പറഞ്ഞാൽ Q ഈക്വൽ ടു എത്രയാണ്, Q0 by 2 ആവാൻ വേണ്ടുന്ന ടൈം എത്രയെന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതിന് എക്സ്പ്രഷൻ ഉണ്ടാക്കുക, എന്തിന്, ടൈമിനുള്ള അല്ലേ. ഇതിനെങ്ങനെ ഉണ്ടാക്കുക, Q by Q0 ഈക്വൽ ടു e raised to minus t by RC എന്ന് കിട്ടും. റെസിപ്രോക്കൽ എടുക്കുക, Q0 by Q ഈക്വൽ ടു e raised to t by RC എന്ന് കിട്ടും. ഓക്കെ, ലോഗരിതം എടുക്കുക, ഇപ്പം എന്ത് കിട്ടും, log Q0 by Q ഈക്വൽ ടു t by RC എന്ന് കിട്ടും. അപ്പോൾ t ഈക്വൽ ടു RC log Q0 by Q എന്ന് കിട്ടും. ഓക്കെ, ഇനി ക്യൂവിൻ്റെ വാല്യൂ എത്രയാണ്, പകുതിയാവാൻ അല്ലേ. അപ്പോൾ Q ഈക്വൽ ടു Q0 by 2 എടുത്തുണ്ടാവും, RC log Q0, ഇതിന് വേണം Q0 by 2 ഇങ്ങനെ Q0 ഇട്ട് log 2 ആവും അല്ലേ. RCൻ്റെ വാല്യൂ എത്രയായിരുന്നു, RCൻ്റെ വാല്യൂ ഇപ്പോൾ നമ്മൾ കിട്ടി 2 ആയിരുന്നു അല്ലേ. log 2 പറഞ്ഞ എത്രയാണ്, 0.693 എന്താണ് ആൻസർ. ഓക്കെ,
അത്ര സിമ്പിളായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഓക്കെ, തീർന്നില്ല, സിമ്പിൾ ക്വസ്റ്റ്യൻ തീർന്നില്ല. നമ്മൾ ക്വസ്റ്റ്യൻ പഠിക്കുമ്പം ഈ ഒരു രീതിയിൽ അനലൈസ് ചെയ്ത് എത്ര എളുപ്പമാണെന്ന് നോക്കിയാൽ. 28ാമത്തെ ക്വസ്റ്റ്യൻ. എ ലേസർ ബീം ഹാസ് എ പവർ ഓഫ് 25 GW ആൻഡ് ഡയമീറ്റർ 2 mm. കാൽക്കുലേറ്റ് ദ പീക്ക് വാല്യൂ ഓഫ് ഇ ആൻഡ് ബി. കണ്ടാൽ ഒരു ഭീകരൻ ക്വസ്റ്റ്യൻ പോലെ തോന്നുന്നുണ്ടാവാം. ഒരു ബന്ധമില്ലല്ലോ, എന്താണിത്, എവിടെ നിന്നാണിത് എന്നൊന്നും നമുക്ക് മനസ്സിലാവാത്തൊരു ക്വസ്റ്റ്യൻ ആണിത്. ചിലരിത് ഔട്ട് ഓഫ് സിലബസ് ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ലേസർ ബീം ഹാസ് എ പവർ ഓഫ് 25 GW ആൻഡ് എ ഡയമീറ്റർ 2 mm. അല്ലേ, ഡയമീറ്റർ എത്രയാണ്? 2 mm ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് ദ പീക്ക് വാല്യൂ ഓഫ് ഇ ആൻഡ് ബി. ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും പീക്ക് വാല്യൂ കാണാം. ലേസർ ബീം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലേസർ ബീം എന്ന് വരിക. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ എത്രയാണ്? 2 mm. അപ്പം റേഡിയസ് എത്ര? 1 mm. ഓക്കെ, ഇനി പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പവർ എന്ന് പറഞ്ഞാൽ എന്താ? 25 GW. സോറി, പവർ അല്ല, ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? പവർ ട്രാൻസ്ഫേർഡ് പെർ യൂണിറ്റ് ഏരിയ അല്ലേ? നമ്മുടെ ഫസ്റ്റ് മൾട്ടിപ്പിൾ ചോയ്സിലുണ്ട് അത്. പവർ ട്രാൻസ്ഫേർഡ് ബൈ യൂണിറ്റ് ഏരിയ, പവർ ബൈ ഏരിയ എന്നാണ്. പവർ എത്ര? 25 GW അല്ലേ, 10⁹9 അല്ലേ വാട്ട് ബൈ ഏരിയ. ഏരിയ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ എന്താ വരിക? πr² അല്ലേ ഈ ബീമിൻ്റെ. അപ്പം π ഇൻറ്റു 6, 1 mm അല്ലേ, 1 × 10⁻³ സ്ക്വയർ എന്ന് വരും അല്ലേ. ഇതിൽ നിന്ന് നമുക്ക് ഇൻറ്റൻസിറ്റി കിട്ടൂലേ അല്ലേ. ഇനി ഈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ആവറേജ് വാല്യൂ ഓഫ് പോയിൻറ്റിങ് വെക്ടറാണ് അല്ലേ. ആവറേജ് വാല്യൂ ഓഫ് പോയിൻറ്റിങ് വെക്ടറാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ 25 × 10⁻9 ഡിവൈഡഡ് ബൈ π × 10⁻6 ഈക്വൽ ടു ആവറേജ് വാല്യൂ ഓഫ് പോയിൻറ്റിങ് വെക്ടർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ½ C∈0 E₀², വെർ E₀ ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ആംപ്ലിറ്റ്യൂഡ് ആണത് അല്ലേ. അപ്പം എന്ത് വരും? ½ C∈0 E₀² എന്ന് വരും. ഇനി ഇതിന് E₀ കാണാൻ ഞങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, കണ്ടല്ലോ. അപ്പം കിട്ടും E₀ ഈക്വൽ ടു എന്ത് കിട്ടും? ഒരു റൂട്ട് ഉണ്ടാവും അല്ലേ. 2 × 25 × 10⁻9 ബൈ π × 10⁻6 C∈0 എന്ന് വരും. അതിൻ്റെ റൂട്ട് E₀ കിട്ടിയില്ലേ. ഇതാണ് മാക്സിമം വാല്യൂ ഓഫ് ഇ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാക്സിമം വാല്യൂ. കാരണം ഇ ഈക്വൽ ടു E₀ sin ωt എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇതാ. അപ്പം അതിൻ്റെ മാക്സിമം വാല്യൂ E₀ അല്ലേ. ഇനി ബീൻ്റെ മാക്സിമം വാല്യൂ ഇട്ടാനോ? നമുക്കറിയാം E₀ ഈക്വൽ ടു B₀C. ഇ ഈക്വൽ ടു ബി സി ആണ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള റിലേഷൻ അല്ലേ. അപ്പോൾ ഇതിന് B₀ എന്ന് പറഞ്ഞാൽ കിട്ടും E₀/c അല്ലേ. ഇത് രണ്ടും കിട്ടിയില്ലേ. എത്ര സിമ്പിളാന്ന് നോക്കിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇൻറ്റൻസിറ്റി എന്താണെന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് കിടക്കുന്നത് അല്ലേ. അതാണ് ആ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ നെറ്റ്വർക്ക് ഷോൺ ബിലോ ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL such that maximum possible power will be transferred to RL. Find also the value of maximum power and the power supplied by the source under these conditions. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള പവർ ട്രാൻസ്ഫർ തിയറം ആണ്, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പോൾ സർക്യൂട്ട് ഞാനൊന്ന് മാറ്റി വരക്കുന്നുണ്ട്. ഇവിടെ ഒരു 15 വോൾട്ട്, ഓക്കെ, ഇവിടെ ഒരു 3 ഓം, ഇനി ഇവിടെ ഒരു 2 ഓം, ഇവിടെ ഒരു 3 ഓം, പിന്നെ ഇങ്ങനെ വന്ന് ഇവിടെ ഒരു 1 ഓം, പിന്നെ ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? RL കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കേസ്. ഓക്കെ, ഇനി ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇങ്ങനെയാണ് നെറ്റ്വർക്ക് എങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL, ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL such that maximum power will be transferred to RL. മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുന്ന എപ്പോഴാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? എപ്പോഴാണ്? when the effective impedance, Thevenin's impedance equal to L അല്ലേ. എന്ന് പറഞ്ഞാൽ ZTH-ഉം ZL-ഉം അല്ലെങ്കിൽ ZL എന്നും പറയാറുണ്ട് അല്ലേ. ലോഡ് റെസിസ്റ്റൻസും തെവനിൻസ് ഇംപിഡൻസും സെയിം ആകുമ്പോഴാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൾസോ ഫൈൻഡ് ദ മാക്സിമം പവർ എന്നും ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഈ സർക്യൂട്ടിനെ തെവനൈസ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാണ് തെവനൈസ് ചെയ്യുക? നമ്മൾ ലോഡ് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുക അല്ലേ.
ലോഡിനെ റിമൂവ് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്റർ കൊടുത്ത് വല്ല പണിയാണല്ലോ. നോക്കാം നമുക്ക്. 3, 2, 3, 1. ഇവിടെ 50 ആണ്. ഓക്കെ, ഇവിടെ ലോഡ് റിമൂവ് ചെയ്തു അല്ലേ. ഇനി എന്താ ചെയ്യാം, നമ്മൾ ഈ റെസിസ്റ്റൻസ് പ്രശ്നമാകുമോ എന്നൊരു സംശയം എനിക്ക്. നോക്കാം. ഇവിടെ കാണുന്ന വോൾട്ടേജ് ആണെന്ന് VTH. നമുക്ക് നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്നെ വരിക, ഈ ബ്രാഞ്ചിലൂടെ പോയാൽ VTH - 15/3 പ്ലസ് VTH മൈനസ് ഇതെത്രയാണ്, ഗ്രൗണ്ട് അല്ലേ, ഈ ബ്രാഞ്ച് 0/3 = 0 എന്ന് വരും. ഇതിലൂടെ കറണ്ട് പോവില്ല. അപ്പം VTH കോമൺ ആക്കി എടുത്താൽ 1/3 പ്ലസ് 1/3 = 15/3 എന്ന് വരും അല്ലേ. അപ്പം എന്ത് വരും, VTH × 2/3 = 15/3 എന്ന് വരും. 3 കട്ട് ചെയ്ത് പോകും. അപ്പം നമുക്ക് എന്ത് കിട്ടും, VTH = 15/2 എന്ന് കിട്ടും അല്ലേ. 15/2 വോൾട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാണണം, RTH കാണണം. RTH കാണാൻ അല്ലെങ്കിൽ ZTH അല്ലെങ്കിൽ RTH അത് കാണാൻ എന്ത് ചെയ്യുക, വോൾട്ടേജ് സോഴ്സ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ ചെയ്യാം നോക്കാം. ഇതിങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇവിടെ ഒരു 3 ohm, ഇവിടെ ഒരു 3 ohm, ഇവിടെ. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു 3 ohm, 3 ohm, ഇവിടെ 2 ohm, ഇവിടെ 1 ohm. ഓക്കെ, ഈ റെസിസ്റ്റർ പിന്നെ ഗ്രൗണ്ടിലാണ് കാണുന്നത്. അതുകൊണ്ട് ഐ തിങ്ക് ഇത് പരിഗണിക്കേണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം. കാരണം ഇപ്പം ഇത് രണ്ടും പാരലൽ വരും, അതും ഇതും സീരീസ് വരും. പിന്നെ വരികയാണെങ്കിൽ ഇതും സീരീസിലാണ് വരേണ്ടത്. അപ്പോൾ നോക്കാം, നമുക്ക് 3 × 3 എന്താക്കാം, പാരലലാക്കാം. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 3 × 3/3 + 3 എന്ന് വരും. ഇത് രണ്ടും കമ്പൈൻ ചെയ്തു. ഇനി ഈ കമ്പൈൻ ചെയ്തതും ഇതും തമ്മിൽ സീരീസാണ്, അപ്പോൾ 2 വരും. ഓക്കെ, ഇനി ഇത് വരുന്നുണ്ടെങ്കിൽ ഒരു +1 കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇതെന്തായാലും ഗ്രൗണ്ടിലായതുകൊണ്ട്, കാരണം ഇത് എർത്താണല്ലോ, ഇത് ഗ്രൗണ്ടിലായതുകൊണ്ട് ഞാനിത് തൽക്കാലം പരിഗണിക്കുന്നില്ല. നോക്കാം. അപ്പം 3 × 3 പറഞ്ഞാൽ 9/6 എന്ന് വരും. 9/6 + 2 അല്ലേ. 9/6 എന്ന് പറഞ്ഞാൽ 3/2 + 2 അല്ലേ. 3/2 എന്ന് പറഞ്ഞാൽ 1.5 + 2 പറഞ്ഞാൽ 4.5 അല്ലേ. 3 + 4 7/2 എന്ന് വരും അല്ലേ. ആണല്ലോ. 1 2 3 അല്ലേ. 3 പറഞ്ഞാൽ 7/2 അല്ലേ. അപ്പോൾ 7/2 ohm ആണെന്ത്, ZTH അല്ലെങ്കിൽ RTH എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ പിന്നെ ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL. ഫൈൻഡ് ദ വാല്യൂ ഓഫ് RL സോ ദാറ്റ് മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ്. അപ്പോൾ RLൻ്റെ വാല്യൂ എത്രയാണോ, 7/2 ohm ആയാലാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ ആവുക. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെൻ ZTH = ZL അല്ലെങ്കിൽ ZTH = RL ദെൻ മാക്സിമം പവർ ഈസ് ട്രാൻസ്ഫേർഡ്. അതുകൊണ്ട് 7/2 ohm അതാണ് വരേണ്ടത്, RL വരേണ്ടത്. ഓക്കെ, ഇനി അങ്ങനെ ആകുമ്പോഴുള്ള വാട്ട് വിൽ ബി ദ മാക്സിമം പവർ എന്ന് ചോദിക്കുന്നത് അല്ലേ. അപ്പം പവറിനുള്ള ഫോർമുല അത് എന്തായിരുന്നു, PL max, മാക്സിമം പവർ എന്ന് പറഞ്ഞാൽ V²/4ZL ആണ് അല്ലേ. അത് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഞാനത് കാണിക്കാം. എന്താ, ഇതാണ് മാക്സിമം പവർ വരിക. വെൻ ZTH = ZL അതാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പം എന്താവും, ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ V²/4ZL എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ V² എത്രയായിരുന്നു, നമ്മുടെ പിന്നെ 15 വോൾട്ട് ആയിരുന്നു. അപ്പം 15²/4 × ZL എത്ര ഇപ്പോൾ കിട്ടിയത്, 7/2 അല്ലേ. അപ്പം ഇത് സോൾവ് ചെയ്താൽ എന്ത് കിട്ടും, ഈ പറഞ്ഞ മാക്സിമം പവർ കിട്ടും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ സൈനുസോയ്ഡൽ വോൾട്ടേജ് ഓഫ് പീക്ക് വാല്യൂ 283 വോൾട്ട് ആൻഡ് ഫ്രീക്വൻസി 50 ഹെർട്സ്. തന്ന കാര്യങ്ങളൊക്കെ ആദ്യം എഴുതിയിരിക്കട്ടോ. ഈ സപ്ലൈ ടു എ സീരീസ് LCR സർക്യൂട്ട് ഇൻ വിച്ച് R 3 ohm ആണ്, L 25.48 ആണ്, മില്ലി ഹെൻറി, C 796 μF ആണ്. ഫൈൻഡ് ദി ഇംപിഡൻസ് ഓഫ് ദ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ Z കാണണം. ആൻഡ്
ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് അക്രോസ് ദ സോഴ്സ് ആൻഡ് കറണ്ട്. സോഴ്സും പിന്നെ കറണ്ടും തമ്മിലുള്ള വോൾട്ടേജ് സോഴ്സും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് കാണണം എന്ന് പറഞ്ഞാൽ ഫൈ കാണണം. പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, അപ്പം R 3 ഓം തന്നിട്ടുണ്ട്, L 25.48 മില്ലി ഹെൻറി തന്നിട്ടുണ്ട്, കപ്പാസിറ്റൻസ് 796 μF തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നിട്ടുണ്ട്. മാക്സിമം വാല്യൂ ഓഫ് EMF എത്രയാണ്? 283 വോൾട്ട് തന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടത്? ആദ്യം ചോദിച്ചത് ഇമ്പിഡൻസ് ആണ് അല്ലേ. ഇമ്പിഡൻസ് LCR നമുക്കറിയാം എന്താണ്? √R² പ്ലസ് L⍵ - 1/C⍵² ആണ് അല്ലേ, ആണല്ലോ. ഇതാണ് ഇവിടെ ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താണ്? 2πf ആണ് അല്ലേ. R തന്നു അല്ലേ, 3 ഓം. ഒമേഗ കാണാൻ നമുക്ക് 2πf ഉപയോഗിക്കാം അല്ലേ. പിന്നെ സിയും തന്നിട്ടുണ്ട്, എല്ലും തന്നിട്ടുണ്ട്, CL. അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് കാണാം, Z കാണാം. ഓക്കെ, ഇനി അടുത്ത് ചോദിച്ചിട്ടുള്ളത് അത് നിങ്ങൾ കാണാം കേട്ടോ. ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് അല്ലേ. നമുക്കറിയാം I = I0 sin ωt വെച്ചാൽ E0 = sin ωt + φ ആയിരുന്നു അല്ലെ. EMF ഈസ് ലീഡിങ്. അവിടെ φ എന്തായിരുന്നു? tan ഇൻവേഴ്സ് L⍵ - 1/C⍵R. ഇതായിരുന്നു എന്ത്? LCR സർക്യൂട്ടിലെ ഫേസ് ഡിഫറൻസ്. L⍵ - 1/C⍵ കാണുക. R നമുക്കറിയാം, ω 2πf വെച്ച് കാണാം. വീണ്ടും തന്നെ tan ഇൻവേഴ്സ് എന്ത് ചെയ്യുക? കാണാൻ പറ്റും. ഓക്കെ, പിന്നീട് ചോദിച്ചിട്ടുള്ളത് ആൾസോ ഫൈൻഡ് ദി പവർ ഡിസിപ്പേറ്റഡ് ഇൻ ദ സർക്യൂട്ട് അല്ലേ. പവർ എന്തായിരുന്നു? അവിടെ പവർ ഫാക്ടർ എന്തായിരുന്നു? cos φ അല്ലേ. പവർ ഫാക്ടർ എന്ന് പറയുന്നത് cos φ ആയിരുന്നു അല്ലേ. എത്രയായിരുന്നു? R/√R² പ്ലസ് L⍵ - 1/C⍵² ആയിരുന്നു പവർ ഫാക്ടർ. ഇനി പവർ ഡിസിപ്പേറ്ററിന്റെ ഫോർമുല എന്തായിരുന്നു? ERMS × IRMS cos φ അല്ലേ. ERMS എന്ന് പറഞ്ഞാൽ E0/√2, IRMS എന്ന് പറഞ്ഞാൽ I0/√2. E0 കാണാം, I0 കാണാം, √2 അറിയാം, cos φ കാണാം അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് കാണാം? പവർ ഫാക്ടറും കാണാൻ പറ്റും. ഓക്കെ, അത്രയും സിമ്പിളാണെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ജസ്റ്റ് നമുക്ക് ആ ഇക്വേഷൻസ് ഓർമ്മ കിട്ടിയാൽ പിന്നെ കുറച്ച് കാൽക്കുലേഷൻസ് കോംപ്ലിക്കേറ്റഡ് എന്ന് പറയാം. ഓക്കെ, അതാണ് 30ാമത്തെ ക്വസ്റ്റ്യൻ. ഈ 31st ക്വസ്റ്റ്യൻ. എ 60 cycle AC circuit has a resistor of resistance 2 ohm, inductor 10 millihenry അല്ലേ. വാട്ട് ഈസ് ദ പവർ ഫാക്ടർ? ഓക്കെ, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, റെസിസ്റ്റർ ഉണ്ട്, അത് 2 ohm ആണ്, ഇൻഡക്ടർ ഉണ്ട്, അത് 10 ohm ആണ്. എന്ന് പറഞ്ഞാൽ റെസിസ്റ്ററും ഇൻഡക്ടറും എന്ന് പറഞ്ഞാൽ എന്താണ്? LR സർക്യൂട്ടാണ് അല്ലേ. റെസിസ്റ്ററും ഇൻഡക്ടറും ആണ്. അപ്പോൾ അതെന്താണ്? LR സർക്യൂട്ടാണ്. ഇനി എന്താ ചോദിച്ചിട്ടില്ലേ? വാട്ട് ഈസ് ദ പവർ ഫാക്ടർ? പവർ ഫാക്ടർ എത്രയാണ്? LR സർക്യൂട്ടിൽ പവർ ഫാക്ടർ എത്രയായിരുന്നു? cos φ = R/√R² പ്ലസ് XL² അല്ലെങ്കിൽ R/√R² പ്ലസ് L²ω². ഓക്കെ, മാറാൻ പാടില്ല. LR സർക്യൂട്ടാണ്. ഇനി ഇതിൽ എല്ലും ആറും തന്നിട്ടുണ്ട്. ഒമേഗ കാണാൻ എന്താണ്? 2πf ഉപയോഗിക്കാം. 2π × 60 അല്ലേ അതല്ലേ. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? ഇത് കാണാം. ഇനി അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. വാട്ട് കപ്പാസിറ്റൻസ് ഇഫ് കണക്റ്റഡ് ഇൻ ദ സർക്യൂട്ട് വിൽ മേക്ക് ദ പവർ ഫാക്ടർ യൂണിറ്റി. ഇനി ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്താൽ അവിടെ പവർ ഫാക്ടർ യൂണിറ്റി ആവാൻ എത്രയാണ് കപ്പാസിറ്റൻസ് ആഡ് ചെയ്യേണ്ടത് എന്നാണ്. കപ്പാസിറ്റൻസ് LRലേക്ക് കപ്പാസിറ്റർ ആഡ് ചെയ്യുന്നത് LCR ആയി അല്ലേ. LCRൽ പവർ ഫാക്ടർ എന്തായിരുന്നു? cos φ = നമ്മളിപ്പോൾ തൊട്ടുമുമ്പേ പറഞ്ഞു R/√R² പ്ലസ് L⍵ - 1/C⍵² അല്ലേ. ഈ പവർ ഫാക്ടർ എത്രയാണ്? 1 ആവണം എന്ന് പറഞ്ഞാൽ cos φ = 1 ആവണം അല്ലേ. ദിസ് = 1 എന്ന് പറഞ്ഞാൽ എന്താണ്? R = √R² പ്ലസ് L⍵ - 1/C⍵² അല്ലേ. അപ്പോൾ സ്ക്വയർ ചെയ്യാം. എന്നിട്ട് R² = R² പ്ലസ് L⍵ - 1/C⍵² അല്ലേ. R² കട്ട് ചെയ്ത് പോകും, ബാക്കി എന്താവും? L⍵ = 1/C⍵ ആവും അല്ലേ. ഇനി നമുക്ക് എന്താണ്? വാട്ട് ഷുഡ് ബി ദ കപ്പാസിറ്റൻസ്? അപ്പം എന്ത് കിട്ടും? LC⍵² = 1 കിട്ടൂലേ.
എൽ അല്ലേ കണ്ടേ, അല്ല കപ്പാസിറ്റർ അല്ലേ, സി ഈക്വൽ ടു 1/L ഒമേഗ സ്ക്വയർ. എൽ അറിയാം, ഒമേഗ 2πf വെച്ച് കാണാം, അപ്പോൾ കപ്പാസിറ്റർ കിട്ടും. ഓക്കെ, അതാണ് 31st ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ചോദിച്ചിട്ടുള്ള എന്താണ് നമ്മുടെ എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എസ് ഐ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിരുന്നു. ഞാൻ പറഞ്ഞതിൽ നിന്നും 3 ക്വസ്റ്റ്യൻസ് ആണ് എസ് ഐ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് LCR സീരീസ് സർക്യൂട്ട്, 2 സെൽഫ് ഇൻഡക്റ്റൻസ് ബൈ ആൻഡേഴ്സൺസ് ബ്രിഡ്ജ്, 3 പോയിന്റിംഗ് തിയറം, പോയിന്റിംഗ് വെക്ടർ, അതുപോലെ എനർജി ഇൻറ്റൻസിറ്റി, പോയിന്റിംഗ് വെക്ടർ, പിന്നെ റേഡിയേഷൻ പ്രഷർ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞിരുത്തിയ റേഡിയേഷൻ പ്രഷറാണ്. അത്രയും കാര്യങ്ങൾ. പിന്നെ ഇത് ചോദിച്ചത് സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. അത് നമ്മൾ പഠിച്ചതാണ്, പക്ഷേ ഇത് ഞാൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞില്ലായിരുന്നു. ഫാരഡേസ് ലോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ എനർജി സ്റ്റോർഡ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ പഠിച്ചതാണല്ലേ, ഓൾറെഡി നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 3 എസ് എ ഉണ്ട്. ഇനി ഇതിൽ എസ് എ ഇത് സ്ട്രൈറ്റ് ആണ്, 33 ഓക്കെയാണ്. ആൻഡേഴ്സൺസ് ബ്രിഡ്ജ് 34 ഓക്കെയാണ്. മോണോഗ്രാമാറ്റിക് പ്ലെയിൻ വേവ് എന്താ, പോയിന്റിംഗ് വെക്ടർ, പോയിന്റിംഗ് തിയറം, എനർജീൻ്റെ ഇൻറ്റൻസിറ്റീൻ്റെ, പോയിന്റിംഗ് വെക്ടറിൻ്റെ, മൊമെൻറ്റത്തിൻ്റെ ഒക്കെ വാല്യൂ, റേഡിയേഷൻ പ്രഷർ വരെ നമ്മൾ പറഞ്ഞാണ്. ഓക്കെ, അതും ഡയറക്റ്റ് ആണ്. പിന്നെ ഇത് നമുക്ക് ഡിപ്പെൻസ് ഏതാണ് ആൻസർ ഉണ്ട്. ഇനി 32ാമത്തതിൽ LCR സർക്യൂട്ട് ആണെന്നുള്ളത് പലരും മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഡിസ്ക്രൈബ് ദ ബിഹേവിയർ ഓഫ് സീരീസ് LCR സർക്യൂട്ട് വെൻ ആൻ EMF ഈക്വൽ ടു E0 raised to j omega t. ഇതുമ്മയാണ് നിങ്ങൾ കുടുങ്ങിപ്പോയത്. ഈസ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്. ഡ്രോ ദ ഫേസർ ഡയഗ്രാം ഷോയിങ് ദ കറന്റ് ആൻഡ് വോൾട്ടേജസ്. ഡിസ്കസ് ദി ഫിനോമിന ഓഫ് റെസൊണൻസ്. ഓക്കെ, പക്ക LCR സർക്യൂട്ട് ആണത്. ഓക്കെ, എങ്ങനെയാണ് ഞാൻ പറയാം നോക്കുക. അവിടെ തന്നിട്ടുള്ളത് EMF ഈക്വൽ ടു E0 raised to j omega t ഈസ് അപ്ലൈഡ് അക്രോസ് LCR സീരീസ് സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. ഇതെന്താ ശരിക്ക് ഫേസർ നൊട്ടേഷനാ അല്ലേ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു E0 ഇൻറ്റു E raised to I omega t അല്ലേ, j omega t. j എന്ന് പറഞ്ഞാൽ √-1 എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ I ആണത് അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാം, cos omega t പ്ലസ് I അല്ലെങ്കിൽ j sin omega t എന്ന് എഴുതാം അല്ലേ. ഇതിൻ്റെ റിയൽ പാർട്ട് എന്താ, ഈക്വൽ ടു E0 cos omega t എന്ന് പറഞ്ഞാൽ EMF ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് കറണ്ടിൻ്റെ ഫേസ് റിലേഷൻ കിട്ടണം. അത് കിട്ടും അത് സോൾവ് ചെയ്താൽ. ഓക്കെ, EMF ഇക്വേഷനൊക്കെ വെച്ചിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I0 പിന്നെ കോസ് ഒമേഗ ടി മൈനസ് 5 അല്ലേ, എന്താ വെച്ചാൽ കിട്ടും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, LCR സീരീസ് സർക്യൂട്ട് ഒബ്റ്റെയിൻ ചെയ്യാം. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, XL ഈക്വൽ ടു XC അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞ ഈ സാധനം തന്നെ L ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റിൽ പറഞ്ഞ പ്രോബ്ലത്തിൽ എന്താണ്, റെസൊണൻസ് കണ്ടീഷനാണ്. അതുപോലെ അതും സോൾവ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എന്തായിരുന്നു, ഇതായിരുന്നു ഇത് LCR സീരീസ് സർക്യൂട്ട് ആയിരുന്നു. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ഇത് അത്ര കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറൊന്നും അല്ല. നമ്മൾ ക്വസ്റ്റ്യൻസ് 2ഉം 3ഉം തവണ വായിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്ത തെറ്റ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയുള്ള എക്സാമുകൾ എഴുതുമ്പം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒരു 3ഓ 4ഓ ആവർത്തി വായിച്ചിട്ട് മനസ്സിലാവും നോക്കിയിട്ടൊക്കെ സ്കിപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ്. താങ്ക് യു ഓൾ.